ഈ ബലിക്കാക്ക ഞാൻ മുമ്പ് ഒരു വീഡിയോ പറയില്ല, ഇപ്പോൾ ആൾ നമ്മുടെ സ്ഥിരം സന്ദർശകനാണ് കേട്ടോ. ഇത് രാവിലെ തന്നെ പാല് തിളച്ച് പോയിട്ട് ഒരു ചെറിയ പണി കിട്ടിയതാണ് കേട്ടോ. നമ്മൾ ബയോഡാറ്റ അല്ലെങ്കിൽ CV-യിലൊക്കെ എഴുതി വെക്കാറില്ലേ വെണ്ടയ്ക്ക അക്ഷരത്തിൽ മൾട്ടി ടാസ്കിങ്. ഈ മൾട്ടി ടാസ്കിങ് എന്താണ് എന്നതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നാൽ ആ അടുക്കളയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കുറേ പ്രതിഭാസങ്ങളാണ് മൾട്ടി ടാസ്കിങ് എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടുകളിൽ തന്നെ പല പണികളുണ്ടെങ്കിലും അടുക്കളയുടെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി, ലഞ്ച്, അതിനുള്ള കറി, ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ടല്ലോ. അത്ര സമയത്തിനുള്ള നമ്മൾ അത്രയും കാര്യങ്ങൾ, അതിനിടയിൽ കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ ചായ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോയി, അല്ലെങ്കിൽ അവരുടെ ബ്രഷിങ്, അവരെ കുളിപ്പിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ സംഭവിച്ചു പോകുന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ. അതാണ് മൾട്ടി ടാസ്കിങ് എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പയ്യെ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. മാധവിന് അല്ലാത്ത ദിവസം 8 മണിക്ക് പോകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നേരത്തെ എഴുന്നേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെ ഞാൻ കുറച്ച് മടി പിടിക്കുന്ന ദിവസങ്ങളാണ്. അതിലൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത് ജോലിക്ക് പോകുന്ന ഒരു അമ്മേനെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് ചിലർക്ക് വൈകുന്നേരത്തേക്കും കൂടെ ഉള്ളത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണമായിരിക്കും പോകാനായിട്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യം കൂടെയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും, ഓ ആണുങ്ങളോടൊരു തിരിവുണ്ട്, ഞാനൊരു ഫെമിനിസ്റ്റാണ്. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ, ആണുങ്ങളോട് തിരിവൊന്നുമില്ല. കാരണം ഇപ്പോൾ പലരും കമൻറ്റ് വേണമെങ്കിലും ആണുങ്ങൾ പുറത്ത് പോയി സമ്പാദിക്കുന്നില്ലേ, നിങ്ങൾ അടുക്കളയിൽ ചെയ്യുന്ന പണിക്ക് എന്താ എത്ര പാട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്താ എത്ര പണിയെന്നും, വീട്ടിലിരുന്ന് എന്താ എത്ര പണി എന്നുള്ളത് ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാവാത്തൊരു കഷ്ടപ്പാടാണെന്ന് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം പല വീഡിയോസും കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും വീട്ടിലെന്താ പണിയില്ലാത്ത, വീട്ടിൽ എന്ത് പണിയാണ് ഇല്ലാത്ത. കാരണം ഫുൾ ടൈം നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ എന്ന് പറയാം. ഒന്നെങ്കിൽ തൂക്കുക, തുടയ്ക്കുക, അല്ലെങ്കിൽ മാറാല തട്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടാസ്ക് ഉണ്ടാവും. നമ്മുടെ വീട് അത്രയും നീറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. എന്നോർത്ത് പുറത്ത് പണിക്ക് പോകുന്ന ആണുങ്ങൾക്ക് എന്താ പറയുക, അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ചെയ്ത് വൈഫിനെ ഹെൽപ്പ് ചെയ്ത് പോകുന്ന ആണുങ്ങളും ഉണ്ടാവില്ലേ. അത് മാത്രമല്ല, ഈ സമ്പാദിക്കുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആണുങ്ങൾക്ക് തന്നെയാണല്ലോ ഇൻകം കൂടുതൽ ജനറേറ്റ് ആവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുറത്ത് പോയിട്ട്, അല്ലെങ്കിൽ അന്ന് നീ ഒന്ന് പോയി കാണിക്കുക എന്ന് പറഞ്ഞ് നീ ഒന്ന് പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് കാണിക്കുക ആണുങ്ങളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് പറ്റത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീട് വെച്ചപ്പോൾ കുറച്ചൊരു ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി കൊണ്ട് മാത്രമേ നേടി പോകുള്ളൂ കേട്ടോ. ഞാനൊരു ജോലിക്ക് വാശിക്ക് ചേട്ടൻ വീട്ടിലെ പണി ചെയ്തോ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തന്നത് ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നല്ല. അപ്പോൾ എന്താ പറയുക, ഒരു വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് നല്ല ഈക്വലായിട്ട് പോകുമ്പോൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുക എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ അതുപോലെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡിൻ്റെ ഫോട്ടോസ് കാണുന്നില്ലല്ലോ, ആളുടെ കൂടെയുള്ള വീഡിയോസ് എന്താ ചെയ്യാത്തത് എന്നുള്ളതൊക്കെ. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഹസ്ബൻഡിനെ കാണാത്തത്. പിന്നെ ആൾ പൊതുവേ വീഡിയോയ്ക്കൊന്നും നിന്ന് തരുന്ന ഒരാളല്ല. എന്നാലും ആൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കാം. കുറേ പേരുടെ കമൻറ്റ്, കൂടുതലും ഫേസ്ബുക്കിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും കമൻസ് കാണാറുള്ളത് കേട്ടോ, ഹസ്ബൻഡ് എവിടെ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടി ആയിട്ട് എൻ്റെ ഈ വീഡിയോ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ശരി, താങ്ക് യു. ആരെങ്കിലുമൊക്കെ എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. ശരി എന്നാൽ.